ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. മഹാനായ ശംസുലമ ഇ.കെ. ഉസ്താദും മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങളും മഹാനായ ഉസ്താദ് അസാത്തിദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും മഹാനായ ഉസ്താദ് കെ.ടി. മാൻ മുസ്ലിയാരും മഹാനായ ഉസ്താദ് സി.എച്ച്. ഹൈദോസ് മുസ്ലിയാരും നവ്വറല്ലാഹു മറാഖിദഹും അവിടെയൊക്കെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവർ നേതൃത്വം നൽകി വെള്ളവും വളവും നൽകി വളർത്തിയെടുത്ത ഈ SKSSF അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന ആശയമുണ്ട്, ആദർശമുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ സമസ്തയുടെ ആദർശത്തിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കരുത് എന്ന് കണിശമായൊരു പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ നിതാന്ത ജാഗ്രത പുലർത്തിയ ഒരു വിഭാഗമാണ് ഈ ചെറുപ്പക്കാർ. ഇതായിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷങ്ങളായി പടർന്നു കിടക്കുകയാണ് കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും. പുതിയ സാഹചര്യത്തിൽ ചില സമന്വയങ്ങളുടെ മറവിൽ നമ്മുടെ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളിലേക്ക് കറകളഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ മക്കളിലേക്ക് ബിദ്അത്തിന്റെ വിഷബീജം കുത്തിവെക്കാനും സമസ്ത വിരുദ്ധത പഠിപ്പിക്കാനും ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ മക്കൾ അവരെ പിടിച്ചു കെട്ടുക തന്നെ ചെയ്യുമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുലമയെ ശക്തിപ്പെടുത്താനാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കേന്ദ്ര മുഷാവറ ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ മുഷാവറയുടെ തീരുമാനം അവസാന ശ്വാസം വരെ നടപ്പിലാക്കാൻ നാം സന്നദ്ധമാകണം. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കേന്ദ്ര മുഷാവറ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് ഞാനില്ലെന്ന് പറയുന്നവരെ സമസ്തക്ക് ആവശ്യമില്ല, അവരെ SKSF-നും ആവശ്യമില്ല. കാരണം നമ്മുടെ മാതൃസംഘടന സമസ്ത കേരള ജംഇയ്യത്തുലമയാണ്. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ 40 അംഗ മുഷാവറ ഈ സമുദായത്തോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഇജ്മാഅാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. അതനുസരിച്ചുകൊണ്ട് തന്നെ SKSF-ന്റെ പ്രവർത്തകന്മാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. സമസ്ത കേരള ജംഇയ്യത്തുലമയെ കൊച്ചാക്കുന്ന, സമസ്ത കേരള ജംഇയ്യത്തുലമയെ നിഷ്പ്രഭമാക്കാൻ ശ്രമിക്കുന്ന, സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പാവങ്ങളായ ഉസ്താദുമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആര് മുന്നോട്ട് വന്നാലും അവരെ ഇരുത്തേണ്ടിടത്ത് ഇരുത്താൻ SKSF-ന് ഇന്നും ശക്തിയുണ്ട് എന്ന് വളരെ ഗൗരവത്തോടെ തിരിച്ചറിയണം. നാം ആരെയും ഉപദ്രവിക്കാൻ വരുന്നില്ല, നാം ആർക്ക് മുന്നിലും വഴിതടസ്സം ഉണ്ടാക്കാൻ പോകുന്നില്ല, നാം ആരെയും പ്രയാസപ്പെടുത്താൻ പോകുന്നില്ല. ഇവിടുത്തെ എല്ലാ സംഘടനകൾക്കും അവിടെ ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവിടെ വഴികളിലൂടെ മുന്നോട്ട് പോകാം. ആരുടെയും മുമ്പിൽ വഴിതടസ്സം ഉണ്ടാക്കാൻ നമ്മൾ പോകുന്നില്ല. ഒരു സംഘടനക്കെതിരായി നമ്മൾ പോകുന്നില്ല. ഒരു സംഘടനയുടെയും വിരുദ്ധരാണ് ഈ പ്രവർത്തകരെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഈ പ്രവർത്തകർക്ക് ഒരേ ഒരു താല്പര്യമേ ഉള്ളൂ, സമസ്ത കേരള ജംഇയ്യത്തുലമ എടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ ശിരസാ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ